അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി മകയിരത്തര, അതായത് മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിൽ കുജനാണ്. അത് അവനവൻ്റെ പ്രവൃത്തി കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതാണ്. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ചില സഹപ്രവർത്തകന്മാരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 16 വരെ സൂര്യൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ചർച്ചകൾക്കും മറ്റുമൊക്കെ, അതുപോലെ ശമ്പള വർധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തും. പുതിയ ആശയവിനിമയ അവസരങ്ങൾ വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് വിപണന രംഗത്ത് കുറച്ച് പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുമൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് ബുധൻ്റെ വക്രഗതി ഉണ്ട്. അത് കാരണം ചില മുൻപുണ്ടായിരുന്ന ചില കുടിശ്ശികകളൊക്കെ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ പോകാതിരിക്കുകയാണ് നല്ലത്. അത് കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ കുടുംബ സ്വത്ത് കിട്ടാനുള്ളവർക്ക് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. അത് അനുകൂലമായിട്ട് ഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിലും തൊണ്ട, കഴുത്ത്, പല്ല് മുതലായിട്ടുള്ള രോഗങ്ങളുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില പരിക്കുകളും ഈ കുജൻ്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് കുറച്ച് പരിക്കുകളോ വാഹനമോടിക്കുന്ന സമയത്തും ഒക്കെയുള്ള ചെറിയ ആക്സിഡൻറ്റുകളും ഒക്കെ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായിട്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ നന്നാകും. കുടുംബസമേതമുള്ള ചില യാത്രകളും ഒക്കെ നടത്താൻ സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ പൂജിക്കുക എന്നുള്ളതാണ് ഇവർക്ക് പറയാവുന്ന ഒരു പരിഹാരമായിട്ട് പറയാവുന്നത്. അതുപോലെ അന്നദാനം നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ലഭിക്കും.